ആ മുമ്പറേ പിള്ളേർക്ക് കഴിക്കാൻ കുറച്ച് മുറുക്കെടുക്കട്ടാ. അയ്യോ, ഞാൻ ഇപ്പൊ കടയിൽ പോയി സാധനങ്ങൾ മേടിച്ച് പിള്ളേർക്ക് കഴിക്കാൻ ബിസ്ക്കറ്റ് അതും ഇതൊക്കെ മേടിച്ചിട്ട് വരുന്ന കഴിയാ. നിങ്ങൾ എന്തിനാ ഈ പ്രായമായപ്പോഴത്തേന് ഇതും ചുമന്നോണ്ട് ഈ വീട് വീടാന്തരം നടക്കണേ എന്തിനാ? മോളോട് പറ, അവളുടെ പരിപാടിയല്ലേ. അവൾക്ക് 2 മക്കൾ കിടക്കല്ലേ. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അവള് വേറെ പണിക്ക് പോകും മുമ്പറേ. അതുകൊണ്ടാണ് ഞാൻ ഇത് കൊണ്ടുവരണത്. ഒന്നെടുക്കട്ടെ മുമ്പറേ? വേണ്ടമ്മ, ഇപ്പൊ ഒന്നും വേണ്ട, പിന്നെ മേടിക്കാം. വണ്ടി പലഹാരങ്ങളൊക്കെ വന്നതിന് ശേഷം ഞങ്ങളെ പോലുള്ളവരെ ആർക്കും വേണ്ടാതായി. അങ്ങനെയൊന്നും പറയണ്ട. നിങ്ങൾ ആ വഴിക്കൊക്കെ വന്നിട്ട് എത്ര നാളായി? ഇപ്പൊ നിങ്ങളുടെ കച്ചവടം വലുതായപ്പോ നമ്മളെ ഒന്നും വേണ്ടാതായി എന്ന് പറ. എന്ത് കച്ചവടം മോളെ? കച്ചവടം എല്ലാം പൊട്ടി തകർന്നു കിടക്കയല്ലേ. പിന്നെ എന്ത് കച്ചവടം? ഒരു മോളുള്ളതാണെങ്കിൽ 2 മക്കളെ വളർത്താനായിട്ട് പെടാപ്പാടുപെടുകയാണ്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഈ വീട് വഴി ഇതെല്ലാം കൊണ്ടു നടക്കണതിന് പകരം ഈ പലഹാരമൊക്കെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കി കടകളിലൊക്കെ കൊണ്ടു നടന്ന് വിറ്റാൽ കുറച്ചും കൂടി ലാഭം കിട്ടൂലേ? അതിനൊക്കെ ഒരുപാട് പൈസ ആവൂലേ? നമുക്ക് അതിനുള്ള പൈസ ഇല്ലല്ലോ. എന്നാ പിന്നെ സമൃദ്ധി കേരളം പദ്ധതിയിൽ ഒരു ലോൺ വെക്കാൻ പറ അവളോട്. അതാകുമ്പോ ഈ വനിതാ സംരംഭകയുടെ ഗണത്തിൽപ്പെടുത്തി നമുക്ക് ലോൺ ശരിയാക്കാൻ പറ്റും. 10 ലക്ഷം രൂപ വരെ ടോപ്പപ്പ് ലോൺ കിട്ടും. അതാകുമ്പോ 3% പലിശയുള്ളൂ, 20% സബ്സിഡിയും ഉണ്ട്. 7 കൊല്ലം കൊണ്ട് അടച്ചു തീർത്താലും മതി കേട്ടോ. അവളോട് സമയം പോലെ ഒന്ന് പഞ്ചായത്തിലോട്ട് ഇറങ്ങാൻ പറ. അഥവാ ഞാൻ ഇല്ലെങ്കിൽ തന്നെ സുലോചന എന്ന് പറഞ്ഞൊരു സാറുണ്ട് അവിടെ. ആ സാറ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തന്നോളൂ കേട്ടോ. അപ്പൊ നമുക്ക് ആ ലോൺ ശരിയാക്കാം. ശരി മുമ്പറേ, എന്നാ ഞാൻ പോട്ടെ. എന്നൊരു മുറുക്കുതാ. പൈസ ഒന്നും വേണ്ട. അയ്യോ, പൈസ ഒക്കെ വേണം, അത് പിടിച്ചോ. പൊക്കോട്ടെ എന്നാ. ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. ഇല്ല, എന്നെ വിളിക്കാൻ പറ, ഞാനപ്പോ പറഞ്ഞു കൊടുക്കാം കേട്ടോ. ശരി എന്നാ. ഹലോ, ഇത് ഞാനാടി രത്നമ്മ. അല്ല, നീ ഇന്ന് തരാന്നല്ലേ പറഞ്ഞത്? എന്തായി? അയ്യോ എടി, എനിക്ക് അങ്ങോട്ട് വരാൻ വയ്യ. ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ മോനെ അങ്ങോട്ട് പറഞ്ഞു വിടാം. അവൻ്റെ കൊടുത്തയച്ചാൽ മതി. ശരി, പിന്നെ വേറെ വിശേഷമൊന്നും ഇല്ലല്ലോ, വയ്ക്കട്ടെ. എന്തായി? പൈസ തരാന്ന് പറഞ്ഞു. തരാന്ന് പറഞ്ഞ്. നീ ഒരു കാര്യം ചെയ്യുവോ? റൊണാൾഡിനെ അങ്ങോട്ടൊന്ന് പറഞ്ഞു വിട്. റൊണാൾഡോ അച്ചാച്ചനൊക്കെ പറഞ്ഞു വിടാം. കിട്ടുന്ന പൈസ കൊണ്ട് എന്തുവാ പ്ലാൻ? തക്കുടൂന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവന് ഞാൻ ഒന്നും വാങ്ങിച്ചു കൊടുത്തിട്ടില്ലല്ലോ. തക്കുടൂന് എന്തെങ്കിലും സ്വർണത്തിന്റെ എന്തെങ്കിലും ഒരു ചെറിയ സാധനം വാങ്ങിച്ചു കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ 25,000 രൂപയ്ക്ക് എന്ത് കിട്ടാനാ? സ്വർണത്തിന്റെ വില അറിയാൻ പാടില്ല ഇപ്പൊ. 10-25,000. പിന്നെ ഞാൻ ചിട്ടി പിടിച്ചതും പിന്നെ എന്റെ പെൻഷൻ കാശും എല്ലാം കൂടെ ഒരു ചെറിയ തുക കൂട്ടി വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞു മോതിരം വേണല്ലോ, അരപ്പവും വേണം. അരപ്പവും വേണം. പിന്നെ അല്ലെങ്കിൽ പിന്നെന്തോന്ന് മോതിരം മേടിക്കാന്ന്. അവന് മോതിരം ഇല്ലല്ലോ, അപ്പൊ ഒരു കുഞ്ഞു മോതിരം. കോളടിച്ചല്ലോ. ഞാൻ മോതിരൊക്കെ സ്വർണ്ണ മോതിരം വാങ്ങിക്കാൻ പോവാ. അമ്മൂമ്മക്ക് വേണ്ട മക്കളെ. അമ്മൂമ്മക്ക് പല്ലും പുല്ലും ഒന്നും ഇല്ലാതെ എങ്ങനെ അതൊക്കെ ചവയ്ക്കുന്ന ആ മക്കള് തന്നെ. എടത് ഞാൻ മേടിച്ചോണ്ട് വന്നല്ലേ, ആ വത്സല ഉണ്ടാക്കിയ മുറുക്ക. അതപ്പ തന്നെ അങ്ങ് തീർത്തില്ലെങ്കിൽ സമാധാനം ഇല്ല. വൈകുന്നേരം ചായക്ക് എടുക്കാന്ന് വിചാരിച്ചതാ. റൊണാൾഡോ ചേച്ചനെ വിളിച്ചിട്ട് വരാം. മാങ്ങ വേണോ? ചെത്തിത്താടി. ചെത്തിത്താടി. അല്ല, ഞാൻ വിളിക്കട്ടെ? അച്ചാച്ചനെ വിളിക്കണ്ടേ? നീ പാത്രത്തിൽ വേണ്ട. അമ്മൂമ്മ, നമുക്കിപ്പൊ തന്നെ പോവാം. എന്താന്ന് ബഹളം ഉണ്ടാക്കാതെ? അച്ചാച്ചൻ ഇങ്ങോട്ടൊന്ന് വന്നോട്ട്. അല്ല, നമുക്കിപ്പൊ തന്നെ പോവാം. അവിടെ നിക്കവിടെ. എടാ, ചെറുക്കം മേടിച്ചരാന്ന് പറഞ്ഞില്ല, പിന്നെ കിടന്ന് ബഹളം ഉണ്ടാക്കണ എന്തിനാ? ഇപ്പോഴോ? പൈസ കിട്ടട്ടെ എന്നിട്ട് മേടിച്ചു തരാം. ദേവിന്നെ തുടങ്ങിയല്ല. അമ്മയുണ്ടോ? എന്തായി? നടന്നില്ല. ഞാൻ അമ്മയുടെ കൂട്ടുകാരിയുടെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോ വീടെല്ലാം അടച്ചിട്ടേക്കുമായിരുന്നു. ഞാൻ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് നമ്പർ മേടിച്ചാൻ വിളിച്ചപ്പോ കൂട്ടുകാരിയുടെ അനിയത്തി പെട്ടെന്ന് എന്തോ മറിഞ്ഞു വീണ് ഹോസ്പിറ്റൽ ICU എങ്ങാണ്ട.
അപ്പൊ പൈസയുടെ കാര്യം പറഞ്ഞപ്പം ആ പൈസ ഹോസ്പിറ്റലിൽ നിന്ന് എടുത്ത് മറിച്ച് ഒരു 2-3 ദിവസത്തിനുള്ളിൽ തിരിച്ചുതരാന്ന് പറഞ്ഞു. അമ്മയോട് പ്രത്യേകം പറയാൻ പറഞ്ഞു. എന്തൊരു കഷ്ടമായി പോയെന്ന് പറയാം. ആ പൈസ കണ്ടോണ്ടാണ് ഞാൻ കൊച്ചിന് മോതിരം വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞത്. കൊച്ചു ഒരേ നിർബന്ധം, മോതിരം വാങ്ങിച്ചാ ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ പുറകെ കിടക്കത്തില്ല. മക്കളെ, നിന്റെ കയ്യില് പൈസ വല്ലതും ഇരിപ്പുണ്ട്? ഒരു ഇച്ചിരി പൈസ ആകട്ടെ. എന്റെ കയ്യിൽ ഇവിടെ തപ്പി പറിക്കാൻ 1000 രൂപ ഉണ്ടാവും. അയ്യോ, 2 ദിവസം തരാടി. സത്യം, അമ്മയ്ക്ക് അറിയാത്ത പൈസ എന്റെ എവിടെ നിന്നാണ്? എന്റെ ഇല്ല. തങ്കച്ചേട്ടത്തി ഇല്ല, എന്നൊരു 500 രൂപ മൊബൈൽ ചാർജ് ചെയ്യാൻ ചോദിച്ചിട്ടില്ലെന്ന് പറയുന്നത്. എങ്ങനെ ഇത്രയും പൈസ ചെയ്യും? തങ്കം, സുൽച്ചേച്ചി, ഓ ഇതെന്താ പാത്രത്തിൽ ഒന്നുമില്ലേ? തങ്കത്തിന്റെ പാത്രം. ആ ശരിയല്ലേ, ചേച്ചിയുടെ പാത്രമാണല്ലോ. സുലു മാഡം, ഓ ഒരു 25,000 റുപ്പീസ് ഒന്ന് മറിക്കാൻ കാണൂ വിത്തിൻ 2 days. 25,000 തരാം. തമ്പിച്ചേട്ടനെ നാടകത്തിൽ നിന്ന് അഡ്വാൻസ് കിട്ടിയായിരുന്നു. അപ്പൊ എന്റെ കൊണ്ട് വച്ചേക്കാൻ തന്ന് 2 ദിവസത്തിനകം തരുമെങ്കിൽ തരാം. 2 ദിവസത്തേക്ക് മതി. തമ്പിച്ചേട്ടന് അത്യാവശ്യമൊന്നുമില്ല. അതെനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും 2 ദിവസത്തിനകം ഒന്നും ചോദിക്കാൻ പോണില്ല. കർത്താവേ, ഞാനൊരു തമാശക്ക് ചോദിച്ചതാ. അല്ലേ, സാധാരണ എന്റെ ഒന്നും കാണൂലല്ലോ, ഇതിപ്പോ ഉള്ളോണ്ടല്ലേ. ഇവിടെ ഉണ്ടായിരുന്ന ഞാൻ വിളിച്ച് ഞാന് സുൽചേച്ചി വന്നറിഞ്ഞില്ല. എവിടെ ചെണ്ടമേളം കേൾക്കണില്ലേ? താഴെ കാവില് ഇന്നലെ കൊടിയേറിയില്ലേ? ആ ഇവിടെ ഉത്സവമായി. പറക്കെഴുന്നള്ളിപ്പിന് പോവായിരിക്കും അതിന്റെയാ. അയ്യോ, പറഞ്ഞതുപോലെ ശരി തന്നെ. എഴുന്നള്ളിപ്പ് തുടങ്ങിയവർക്ക് പിന്നെ ഉത്സവം തുടങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് ആ വഴിയൊന്നും പോയിട്ടില്ല ഞാൻ. അങ്ങനെ നാളെ അന്നദാനം ഉണ്ട് പമ്പിച്ച. ഉച്ചക്ക് പോയി സദ്യ കഴിച്ചാലോ? എന്നാ ഉച്ചക്കൊന്നും ഉണ്ടാക്കണ്ട, നമുക്ക് പോവാല്ലേ? സുൽച്ചേച്ചി വരുന്നാ? ആ ഞാനും വരാം. എന്നെ കൂടെ വിളിക്കേ. ആ എന്നാ ഇറങ്ങാൻ നേരത്തെ വിളിക്കാം കേട്ടോ. അപ്പൊ പൈസ നാളെ രാവിലെ മതിയല്ലോ? മതി. എന്ത് പൈസ? റൊണാൾഡോ ചേച്ചൻ വരെ പൈസ വാങ്ങിക്കാൻ പോയില്ലേ, അവര് തന്നില്ല. 2 ദിവസം കഴിയുമെന്ന്. അപ്പൊ സുൽച്ചേച്ചിയുടെ കയ്യിലുണ്ടെന്ന്. ഓ, അത് നന്നായി. ചെറുക്കന് ഭാഗ്യമുണ്ട്. അതെ. എന്നാ ശരി, എന്നാ നാളെ വിളിക്കണേ എന്നെ. ഒരു നാരങ്ങ എടുത്തിട്ട് ഇങ്ങനെ 2ആയിട്ട് മുറിച്ചിട്ട് ഒരു ഗ്ലാസ്സിനകത്തോട്ട് പിഴിഞ്ഞിട്ട് അതിൽ അല്പം ഇഞ്ചി, അല്പം പഞ്ചസാര, ഉപ്പിട്ട് ഐസും ഇട്ട് വെള്ളം എടുത്തിട്ട് കഴിച്ചോളൂ. ഇതാ അവിടെ പറഞ്ഞു പോയി ചേച്ചി പോയാ? അമ്മ പോവാണോ? ഇതൊരു പന്ന പരിപാടിയായി കേട്ടോ. അമ്മയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ എരിയാണി വെയിലത്തെ പേരൂക്കളെ നടന്നിട്ട് വന്നത്. ഒരു നാരങ്ങക്ക് വെള്ളത്തിന് പോലും ഗുണമില്ലാതെ വരും. ആ പിന്നെ കഴിച്ചാലോ? ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് കഴിക്കും. ശരി. ഓ ശരി. എടില്ല ഇങ്ങോട്ട് വന്ന് എന്റെ പൊന്നെ റെഡിയായി. എവിടെയെങ്കിലും പോവാൻ എന്തൊരു താമസാ നിനക്ക്? ചേച്ചി, ഏട്ടന്റെയും പിള്ളേരുടെയും കുറച്ച് ഡ്രസ്സ് ഞാൻ മുക്കി വെച്ച് പോയി. അതൊന്ന് കഴുകിയിടുമായിരുന്നു. കഴിഞ്ഞു വാ പോകാം. റൊണാൾഡും കൊച്ചും കൂടി എപ്പോ പോയതാന്നറിയോ? അത് മുന്നിൽ സീറ്റ് പിടിക്കാനായിരിക്കും. ഊണിന്റെ സമയത്ത് ആ കൊച്ചിനെ മറക്കരുതെന്ന് വിളിച്ചു പറ. എങ്ങനെയുണ്ട്? ഇത് കൊള്ളാമോ? കൊള്ളാം. ആണോ? ഏതാടി? ഏട്ടൻ വാങ്ങിച്ചോട് തന്നു. കൊറേ നാളായി ഞാൻ ഉടുത്തിട്ടില്ലായിരുന്നു. മുടിയും ശരിയല്ല. ആണോ? തിരിഞ്ഞ് അമ്മ വിളിച്ചാ? അമ്മ എപ്പോ പോയതാ? അവിടെ മറ്റേ പാരായണം കേട്ടോണ്ടിരിക്കേരി, വായന കേട്ടോണ്ടിരിക്കേരി. ഹലോ. ആ അയ്യോ, ഇന്ന് ഞാനില്ല. പഞ്ചായത്തിൽ ചെന്ന് ചോദിച്ചാ കിട്ടും. ഇപ്പം അതിന് കഴിയില്ലെങ്കിൽ ഞാൻ നാളെ വന്നിട്ട് മേടിച്ചു തരാം. ശരി. ആരാ? പഞ്ചായത്തിലെ പ്രജകളായിരിക്കും. പ്രജകള് മറ്റേ കരം അടയ്ക്കാൻ വേണ്ടി എന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. അതിപ്പം ഞാൻ ആ റെസിപ്റ്റിന് വേണ്ടി വിളിച്ചതാ. റെസിപ്റ്റ് അവിടെ ഓഫീസിൽ കൊടുത്തേക്ക് അവര് ചെന്ന് ചോദിച്ചാ. ശശി അണ്ണ ഇല്ല, ഞാനിന്ന് വരുന്നില്ല. ഞാൻ പറഞ്ഞില്ലായിരുന്നോ? അല്ല, അത് ഞാൻ സെക്രട്ടറിനോട് പറഞ്ഞിട്ടുണ്ട്. ഓ സെക്രട്ടറിനോട് ചോദിച്ചാ മതി. എന്നാ ഞാൻ വിളിച്ചു പറയട്ടെ. ശശിന്ന് ഇറങ്ങുവോ? എന്നാ ഞാനിപ്പോ വിളിച്ചു പറയാം. ഒരു 12 മണിയാവുമ്പോ. ഒന്ന് ഇക്കടി ഒന്ന്
സെക്രട്ടറിനോടും കൂടി ഒന്ന് വിളിച്ചു പറയട്ടെ. എടാ, നിനക്ക് ഏത് പായസം ഇഷ്ടപ്പെട്ടെ? വെള്ള പായസമാണോ കറുത്ത പായസമാണോ? കറുത്ത പായസം. കറുത്ത പായസം എന്ന് വെച്ചാൽ പ്രഥമൻ, ബ്രൗൺ കളർ, അതാണോ ഇഷ്ടപ്പെട്ട വെള്ള പായസമാണോ? എനിക്ക് എല്ലാ പായസവും ഇഷ്ടപ്പെട്ടു. ആണ്. ആ എന്നാലും കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട വെള്ള പായസം. ആണോ? നീ വൈകിട്ട് വരുന്നോ? വൈകിട്ട് ഇഡലി, ചമ്മന്തി, സാമ്പാറും ഒക്കെ ഉണ്ട്. അത് എനിക്ക് ഇപ്പൊ തീരുമാനിക്കാൻ പറ്റൂല. എന്ത്? അത് അമ്മ വന്നിട്ട് വേണം എനിക്ക് മോതിരം വാങ്ങാൻ പോവാൻ. മോതിരം മേടിക്കാൻ പോന്നോ? കടയിൽ ലേറ്റ് ആവുകയാണെങ്കിൽ ഞാൻ റൊണാൾഡോമിന്റെ കൂടെ വരാം. ലേറ്റ് ആകുമെന്ന് എങ്ങനെ വരും? 7 മണിയാകുമ്പോ കാപ്പി കുടിക്കാൻ പോകത്തില്ലേ? അത് ശരിയാണ്. നോക്കാം. റൊണാൾഡോമൻ ഇതിനു മുമ്പ് കഴിച്ചിട്ടുണ്ടോ? ഇവിടുന്ന് ഞാൻ കഴിച്ചിട്ടില്ല. കൊടങ്ങാള ഭദ്രകാളി ക്ഷേത്രത്തിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. കൊള്ളാമോ? സൂപ്പർ. നിങ്ങളെന്താ ഓടി അവിടുന്ന്? നിങ്ങളെന്താ ഓടി അവിടുന്ന്? ഞങ്ങള് നിങ്ങളെ വിട്ട് നുണ പറയല്ല, ഞങ്ങള് ദേവി നാമം ചൊല്ലി ഇഞ്ഞു പോന്നു. വന്ന് കഥ തുറക്കും. അടച്ചിട്ടില്ല, അങ്ങ് തുറന്നാ മതി. ഉണ്ടാൽ ക്ഷീണം കൈ അനങ്ങൂലേ? അപ്പൊ അത് വലിച്ചു തുറക്കണം. അവിടെ നന്നായിട്ട് അനങ്ങിയായിരുന്നല്ലോ. അയ്യോ, അല്ലമ്മ, നമുക്ക് പോണ്ടേ മോതിരം വാങ്ങാൻ? തുടങ്ങി. എന്റെ പൊന്നു കൊച്ചേ, സുലു പൈസ തന്നില്ലല്ലോ. എന്റെ ദൈവമേ, ചേച്ചി നമ്മള് സുലു ചേച്ചിനെ വിളിച്ചില്ല സദ്യ കഴിക്കാൻ പോവാൻ. അയ്യോ, മറന്നുപോയടാ. നിങ്ങൾ എന്തോന്ന് പെണ്ണുങ്ങളെ കാണിച്ചത്? ഇന്നലെ അവള് പറഞ്ഞതല്ലേ അമ്പലത്തിൽ പോകുമ്പോ ഒന്ന് വിളിക്കണേന്ന്. ഈ ചേച്ചി ടെൻഷൻ അടിച്ച് എന്തോ പഞ്ചായത്തുകാരുടെ എന്തോ പരിപാടി എന്ന് പറഞ്ഞിട്ട്. പഞ്ചായത്തുകാരുടെ ഒന്നും അല്ല, അന്നദാനം എന്ന് കേട്ടപ്പോഴത്തെ രണ്ടുപേരും സകലതും മറന്ന് അങ്ങ് പോയി. നമ്മളതിനകത്ത് ഇടപെടാത്ത കാര്യമായി. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഫോണിലായിപ്പോയി, അതാ വിളിക്കാൻ പറ്റാ. എന്തൊരു മറവിയാണോ ദൈവമേ. ചേച്ചി വരുന്നു. സുൽ ചേച്ചി കടയിൽ പോവാണോ? ഞങ്ങളെ അമ്പലത്തിൽ പോയിട്ട് വന്നാ മറന്നുപോയി ചേച്ചി. അത് സാരമില്ല. ഇന്ന് അന്നദാനത്തിനാണോന്ന് പറഞ്ഞോണ്ട് ഞാൻ ഉച്ചയ്ക്കൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നു. അയ്യോ, എന്നെ സുൽ ചേച്ചി, റൊണാൾഡോ ചേച്ചൻ പോയി അമ്പലത്തിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചോണ്ട് വരും. കൊണ്ടുവരാം. വേണ്ട, ദോശമാവ് ഉണ്ടായിരുന്നു. കടയിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങിക്കാണ്ട് പോയിട്ട്. നിങ്ങൾ അവിടെ പൈസ ചോദിക്കാത്ത എന്ത് തരാന്ന് പറഞ്ഞു? എന്റെ അമ്മ ഇപ്പോഴാണ് പൈസ ചോദിക്കേണ്ട സമയം. ആ ചേച്ചിയുടെ മുഖം ഗൗരവത്തിലായി, വഴക്കായി. കുണ്ടക്കറു അവരെ വിളിക്കാത്തന്നെ ദേഷ്യം അവർക്ക് നന്നായിട്ടുണ്ട്. നമ്മള് തരാന്നല്ലേ പറഞ്ഞത്? അതാണ് തരാന്ന് പറഞ്ഞത്. ഇപ്പൊ ചോദിക്കാൻ പറ്റുമോ? അവരൊരു കാര്യത്തിന് നമ്മള് വിളിച്ചില്ല, പിന്നെ നമ്മുടെ ഒരു ആവശ്യം പറഞ്ഞ അവരുടെ മുമ്പിൽ ചെല്ലാൻ പറ്റുമോ? ചേച്ചിക്ക് മിനിറ്റിന് ഫോൺ വരും. ആ ടെൻഷനിൽ അങ്ങ് ഇറങ്ങിപ്പോയതാ. പിന്നെ ലില്ലിപ്പെണ്ണിനെ വിളിച്ചുകൂടായിരുന്നോ? ഞാനപ്പം മറന്നുപോയി. അല്ല, ഒരു കാര്യം ചെയ്യ, അമ്മ പോയി ചോദിക്കും. അയ്യോ, ഞാൻ എങ്ങനെയാ ചോദിക്കുന്നത്? ആഹാ, അമ്മക്ക് ചോദിക്കാൻ ഞാൻ ചോദിക്കത്തില്ലേ? ഞാനും ചോദിക്കൂല. അവൻ മോതിരം ഇട്ടില്ലാന്ന് ഓർത്ത് അവൻ ചത്തൊന്നും പോലെ അവിടെ ഇരിക്കട്ടെ. അമ്മ എന്താ പറയണേ? എനിക്ക് പിന്നെ മോതിരം വേണ്ടേ? എന്തുവാണ് നിനക്ക് മോതിരം കൊടുത്ത് ചാവണത്? നീ വാങ്ങിച്ചു തരാന്ന് പറഞ്ഞില്ലേ? വാങ്ങിച്ചു തരാന്ന് പറഞ്ഞ കൊച്ചനെ ഇന്ന് കൊണ്ടുവന്ന് പറഞ്ഞില്ല. പിന്നെ അവനെ വാങ്ങിച്ചു കൊടുക്കണം. ഇതിനകത്തൊന്നും കൈ കൊടുക്കാന്ന കാര്യമായി. നീ മോതിരം മിണ്ടിട്ടുണ്ടെങ്കിൽ വാ, ഇവിടെ ഉടുപ്പ് മാറട്ടെ. അമ്മ എന്നാ ചേരും? നിന്റെ തല. അമ്മ വാ.
പുഞ്ചിരിക്ക് മാറ്റുകൂട്ടാൻ ജെറൂഷ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നു ജെറൂഷ് അലൈൻ. പല്ലിലെ നിരതെറ്റിയ പ്രശ്നങ്ങൾക്ക് പരിഹാരവുമായി സുരക്ഷിതവും വേദനയില്ലാത്തതുമായ ചികിത്സ അഡ്വാൻസ്ഡ് ക്ലിയർ അലൈനറുകൾ. ചിരിക്കാൻ ഇനി മടിവേണ്ട, നിങ്ങളുടെ പുഞ്ചിരി ഞങ്ങളുടെ ഉത്തരവാദിത്വം. ലില്ലി എന്തോ സുൽച്ചേച്ചി തങ്കം ഇല്ലേ? അമ്മയുടെ അടുത്തെങ്ങാണ്ട് ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു. എന്തു പറ്റി? അല്ല നിങ്ങൾക്ക് ഞാൻ വല്ല പൈസയും തരാണ്ട. പൈസയാ? ഇല്ലല്ലോ. അതെന്താ അങ്ങനെ ചോദിച്ചത്? പിന്നെ ഇപ്പൊ നാട്ടുകാരൊക്കെ അങ്ങനെയാണല്ലോ പറയണത്. നിങ്ങൾക്ക് പൈസ നാട്ടുകാരാ? ആ സുൽച്ചേച്ചി. അല്ല സുൽച്ചേച്ചി ചോദിക്കുക. സുൽച്ചേച്ചി നമുക്ക് വല്ല പൈസയും തരാനുണ്ടാന്ന്. അതെന്താ? നാട്ടുകാർക്ക് അങ്ങനെ പറഞ്ഞു കിടക്കണെന്ന്. നമ്മളെ അയൽവക്കക്കാരാവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും വാങ്ങുകയൊക്കെ ചെയ്യും. അതിന് നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യം എന്താ? എന്നിട്ടാണ് ആ സൂബി എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് പൈസ തരാണ്ട് അത് കിട്ടിയാലേ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ. സൂഫിയാ? ഇനി ഞങ്ങള് സൂഫിനെ കണ്ടിട്ട് 2 ദിവസമായല്ലോ. അവൾ ഇവിടെ വന്നപ്പോ പറഞ്ഞെന്നാണ് എന്നോട് പറഞ്ഞത്. എന്റെ ദൈവമേ, സത്യമായിട്ട് സൂഫിനെ ഞങ്ങൾ കണ്ടിട്ടില്ല. ചേച്ചിക്ക് ഞങ്ങൾ അറിയാൻ പാടില്ലേ? എനിക്കറിയാം. എന്റെ ലല്ലുവിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്നോട് ഭയങ്കര ദേഷ്യമാണല്ലോ. അതുകൊണ്ടാണല്ലോ നിങ്ങൾ എന്ത് കാര്യത്തിനും ഇപ്പൊ എന്നെ ഒഴിവാക്കണം. ഇപ്പൊ അമ്പലത്തിൽ പോകാൻ പോലും വിളിച്ചോണ്ട് പോവാത്ത അതുകൊണ്ടാണ്. ദൈവമേ, എന്റെ പൊന്നു സുലിച്ചേച്ചി അമ്പലത്തിൽ പോയപ്പോ വിളിക്കാതിരുന്നത് സത്യമായിട്ട് മറന്നതാണ്. അല്ലാതെ സുലിച്ചേച്ചിനുള്ള ദേഷ്യം കൊണ്ടല്ല. ഞങ്ങൾക്ക് അല്ലെ തന്നെ ഞങ്ങൾക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് പൈസ ചോദിക്കുവോ സുലിച്ചേച്ചി എടുത്ത്? പൈസയൊക്കെ ഞാൻ തരും. പക്ഷെ എന്നാലും അയൽക്കാരായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ നാട്ടുകാരുടെ മൊത്തം ഇങ്ങനെ പറഞ്ഞോണ്ട് ഞാൻ പൈസ തരാണ്ടെന്ന് പറഞ്ഞാൽ എനിക്കത് മോശമല്ലേ? സുലിച്ചേച്ചി എന്താ വെച്ചാൽ ആദ്യം കാണുന്ന ആൾക്കാരെ പോലെ സംസാരിക്കുന്നത്? ഇനി ആ പൈസ വേണ്ട, ഇങ്ങനെ ഉള്ളില് കുഴുത്തുരുമ്പം വെച്ചോണ്ട് നമുക്ക് ആ പൈസ എന്തിനാ? പൈസ വേണ്ട. ആ തങ്കത്തിന് കുറ്റബോധം ഉള്ളതുകൊണ്ടാണ്. അല്ലെങ്കിൽ തങ്കം ഇങ്ങനെ പറയൂ? വേണ്ടെങ്കിൽ വേണ്ട, എനിക്കിപ്പോ എന്തിനാണോ? ഇതെന്തോ സുലിച്ചേച്ചി മനുഷ്യരെ കണ്ടില്ലാത്ത പോലെ? ഇതുപോലത്തെ മനുഷ്യരെ ഞാൻ എങ്ങും കണ്ടിട്ടില്ല. ഇങ്ങനെ ദൈവത്തിനറിയത് ആര് പറഞ്ഞിണ്ടാക്കിയടേ ഇത്? എനിക്കറിയാൻ പാടില്ല. സൂഫി പറഞ്ഞിട്ടുണ്ടാവോ? സൂഫിനെ നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അവളെങ്ങനെ പറയൂ? ചിലപ്പോ റൊണാൾഡോ ആയിരിക്കും. അമ്മ വാ അമ്മ പോവാ. അമ്മൂമ്മ വിളിക്കമ്മ വാ നമുക്ക് പോവാ. എന്നിട്ട് പറഞ്ഞല്ലേ മോതിരം വാങ്ങിച്ചു തരാന്ന്. വാ അമ്മ. ഇവിടെ ചെറുക്കൻ നിന്നോടല്ലേ പറഞ്ഞത് ആവശ്യമില്ലാത്ത കാര്യത്തിന് വാശി കാണിക്കരുത്. കൂടെ എന്റെ കയ്യിൽ നിന്ന് നല്ലത് കൊള്ളും. നീ 2 ദിവസം കഴിയുമ്പോ മേടിച്ചാലാന്ന് പറഞ്ഞില്ലേടാ നിന്നോട്? ആളെ കിട്ടിയിട്ടുണ്ട്. നീ അയൽക്കാരെ തമ്മിൽ അടുപ്പിക്കോ? സൂഫി എന്താ പറഞ്ഞത്? എന്റെ തങ്കം ചേട്ടത് ഞാൻ സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്ത് സത്യം പറഞ്ഞു? നീ എന്താ സുൽചേച്ചിനെ പറ്റി അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? നമ്മള് ഞാൻ ഇവിടുന്ന് മേലോട്ട് കയറി പോയപ്പോഴാണ് സൂഫി താഴോട്ട് വന്നത്. അപ്പൊ ഞാൻ സുലിച്ചേച്ചി എത്തിയും സൂഫി എന്നോട് തിരക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടതുപോലെ ഞങ്ങൾക്ക് ഇച്ചിരി പൈസ തരാമെന്ന് പറഞ്ഞെന്നും അതുകൊണ്ട് ഞങ്ങളുടെ 1-2 ആവശ്യങ്ങൾ നേടാനുണ്ടെന്നും പറഞ്ഞു. അതിന് സൂഫി ഏത് രീതിയിലാ സുലിച്ചേച്ചി എടുത്ത് അവതരിപ്പിച്ചെന്ന് എനിക്കറിയത്തില്ല. കർത്താവാണ്. നിന്നെ കൊണ്ട് അത്രയും സാധിച്ചല്ലോ. അതെ, ഒരു കുഴപ്പമില്ലായിരുന്ന നല്ലൊരു ബന്ധം ഇല്ലാതാക്കി. അമ്മ വാങ്ങിച്ചു താ അമ്മ. എനിക്ക് പറഞ്ഞില്ലേ? അമ്മ ഒറ്റ ഒരാളെ ചെറുക്കനെ പറഞ്ഞു ഇളക്കിയത് കേട്ടല്ലോ. തക്കടോ ഞങ്ങളൊരു സമ്മാനം കൊണ്ടുവന്നു നോക്കിയേ. അല്ല പിന്നെ പിസ്റ്റൽ ഇതങ്ങോട്ട് വെച്ചിട്ട് നീ വിരോധമുള്ളവരെ എല്ലാരും വെടിവെച്ചോ. കേസൊക്കെ നമുക്ക് കനകനങ്ങളിലെ കൊണ്ട് പറഞ്ഞു ക്ലിയർ ചെയ്യാം. അല്ല പിന്നെ സന്തോഷമായ? ഇനി വലിയൊരു സന്തോഷമുണ്ട്. വേറെ സമ്മാനം എടുത്തട്ടെ. ഓങ്ക്രി ബലവത്താന. ഇഷ്ടപ്പെട്ട? സന്തോഷമായ? മക്കളപ്പുറത്ത് പോയി കളിച്ചോ. നിങ്ങളാരും വാങ്ങിച്ചെന്നില്ലെങ്കിൽ റൊണാൾഡോ വാങ്ങിച്ചു. എനിക്ക് നിങ്ങളെ മോതിരൊന്നും വേണ്ട. ഇത്രയേ ഉള്ളു കാര്യം. ഞാനായിട്ട് ഉണ്ടാക്കിയ പ്രശ്നത്തിന് ഞാനായിട്ടൊരു പരിഹാരം കണ്ടേ. പിന്നെ സുരിച്ചേച്ചിയുടെ കാര്യം അത് ഞാൻ പോയി കാലി പിടിച്ച് എന്തെങ്കിലും പറഞ്ഞ് എങ്ങനെയും തീർത്തരാം. അതിന്റെ പേര് ഇനി ഇവിടുത്തെ സമാധാനം കളയാൻ നിൽക്കല്ലേ. അല്ലെങ്കിൽ തന്നെ നിസ്സാര പ്രശ്നത്തിന് പഞ്ചായത്തിലെ മുഴുവൻ സമാധാനം കളയാൻ മാത്രം ത്രാണിയുള്ള പെണ്ണുമ്പിള്ള. അയ്യോടാ, കുടിക്കുന്ന വെള്ളത്തിൽ മനുഷ്യന് മനസ്സമാധാനം കണ്ടെത്താൻ പറ്റില്ല. പിന്നെ എന്തിനാ ജീവിക്കുന്നേ? അല്ലേ അമ്മേ?
അതെ അതെ, തക്കുടിന് കൊടുത്ത മോതിരം സത്യം പറഞ്ഞത് മുക്കൊണ്ടുവാ. അവനോട് പറയാൻ നിൽക്കണ്ട, അറിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വായിരിക്കുന്നത് കേൾക്കാനുള്ളൊരു ത്രാണിയില്ലേ, അതുകൊണ്ടാ. ഇത് ഇവിടുത്തെ അല്ലേ മോൻ. അത് മുക്കോണ്ടായിരുന്നോ? അയ്യോ ഞങ്ങക്ക് മനസ്സിലായേ ഇല്ല. സത്യം, അത് മുക്കൊണ്ടാ. 50 രൂപയുള്ളു. അയ്യോ കണ്ട സ്വർണം പോലെ തന്നെ അല്ലേ? ഭയങ്കരമായി പോയി.